RJ മഞ്ജുവും സെറിൻ ഷിഹാബും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്, ഒരു വലിയ സാമ്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരേ ദിവസമാണ് ജനിച്ചത്. വാട്ട്? August 15th. ഓ മൈ ഗോഡ്, നാഷണൽ ഹോളിഡേ. കറക്റ്റ്. അപ്പം പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു August 15th ആയിരുന്നു. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് സോളോ ട്രിപ്പ് അടിച്ചു ദിസ് ടൈം. ഓ വാവ്. ആൻഡ് സെറിന് ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിച്ചു. ആൻഡ് ഇറ്റ് വാസ് ശരിക്കും അൺബിലീവബിൾ ആയിരുന്നു. ഇതുവരെയും നമ്മുടെ ടീമിലെ പലർക്കും ഇത് കത്തിയിട്ടില്ല ആക്ച്വലി, ഇതൊക്കെ സംഭവിക്കുകയാണ് നടക്കുകയാണെന്നുള്ളത്. ഇപ്പോഴും കത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കും എന്തായാലും. ബട്ട് ശരിക്കും നമ്മള് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ലൈക്ക് പോസ്റ്റ് പ്രൊഡക്ഷനുള്ള ദിവസത്തൊക്കെ വിചാരിച്ചത് പോലും ഇല്ല ഇങ്ങനത്തെ അംഗീകാരമൊക്കെ കിട്ടുന്നു. ലൈക്ക് നമ്മൾ മാക്സിമം ഒരു ബെസ്റ്റ് മലയാളം ഫിലിമിന്റെ ഇത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നു. ഏകർഷിയും പറഞ്ഞു എല്ലാവരും കൂടെ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചിലപ്പം ബെസ്റ്റ് ആക്ട്രസോ മറ്റോ ഒക്കെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഇത് 3 ടൈറ്റിൽസ് ആണ് നമുക്ക് കിട്ടിയത്. ഏറ്റവും നല്ല ലൈക്ക് മികച്ച കാറ്റഗറീസിലാണ് കിട്ടിയിരിക്കുന്നത്. കറക്റ്റ്. അയ്യോ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞില്ല സെറിൻ. താങ്ക് യു സോ മച്ച്. പറയേണ്ട ആവശ്യമില്ല. അതെ നാഷണൽ അവാർഡ് വരെ കിട്ടുക, അത് കഴിഞ്ഞിട്ടുള്ള സെറിന്റെ ഇപ്പോഴത്തെ ഒരു ഉള്ളിൽ എന്താണ് എനിക്ക് തോന്നുന്നത്, ഈ സിനിമ ഇനിയും കൂടുതൽ ആൾക്കാർ കാണുമല്ലോ, കുറച്ചുകൂടെ വിസിബിലിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് മാക്സിമം ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇനിയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് വന്നു. പക്ഷെ എങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ OTT-യിൽ വന്നപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ പോസിറ്റീവ് റിവ്യൂസ് ആണ്. അങ്ങനെയും കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. എല്ലാം കൂടെ നല്ലൊരു സമയമാണ്. തീർച്ചയായിട്ടും നല്ല സമയം. അതെ, ആട്ടം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്ലേ എന്നുള്ള അർത്ഥം മാത്രമല്ല. നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുറെ ആളുകളുടെ മനസ്സിനകത്തുള്ള ഒരു ചാഞ്ചാട്ടം കൂടെയാണ് ഈ ആട്ടം എന്ന് പറയുന്ന മൂവി. അതെ അല്ലേ? അപ്പൊ ഈ ആ ഒരു കോൺസെപ്റ്റ് ആദ്യം കേട്ടപ്പോ സെറിൻ എങ്ങനെയായിരുന്നു അതിനെ ഉൾക്കൊണ്ടത്? തുടക്കം മുതൽ തന്നെ ഈ സിനിമയുടെ ഒരു അപ്രോച്ചും മേക്കിങ്ങും എല്ലാം അതിൽ നിന്ന് നല്ല വ്യത്യസ്തതയും പുതുമയും ഉണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ ഓഡിഷന് പോകുമ്പോൾ ആ സിനിമയിലെ ഒരു സീനായിരിക്കും ഇവർ ഓഡിഷന് വേണ്ടി തരുന്നത്. അതെ, അങ്ങനെ അല്ലായിരുന്നു ആട്ടത്തിന്. ഓഡിഷന് വേണ്ടി മാത്രം ലൈക്ക് സെപ്പറേറ്റ്ലി എഴുതിയ ഒരു സീനായിരുന്നു തന്നത്. ആ സീൻ വായിച്ചാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നിപ്പോയി ഇതൊരു റൊമാൻറ്റിക് സിനിമയാണ്. ആ രീതിയിലാണ്, ആ കണ്ണിലൂടെയാണ് ഞാൻ ഓഡിഷനെ അപ്രോച്ച് ചെയ്തത്. ഓഡിഷന് സെലക്ഷൻ കിട്ടിയപ്പോഴാണ് ഫുൾ നെറേഷനൊക്കെ കേട്ടത്. ഇത്രയും ലൈക്ക് ക്യാരക്ടേഴ്സും ലൈക്ക് ഭയങ്കര ലൈക്ക് കുറേ കോംപ്ലക്സിറ്റി ഉള്ള ഒരു സിനിമയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് ആനന്ദ് ഇസ് എ ഫാന്റാസ്റ്റിക് നെറേറ്റർ ഓൾസോ. ശരിക്കും അപ്പാർട്ട് ഫ്രം ബീങ് എ ഗ്രേറ്റ് ഡയറക്ടർ, ഈസ് എ ഫാന്റാസ്റ്റിക് നെറേറ്റർ. ലൈക്ക് ഓരോ പോയിന്റിലും ലൈക്ക് ഞാനൊരു ലൈക്ക് ഐ വാസ് ഓൺ ദി എഡ്ജ് ഓഫ് മൈ സീറ്റ്. ശരിക്കും ലൈക്ക് സിനിമയുടെ സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ ആൾക്കാർ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയായിരുന്നു എൻ്റെ മൂഡ്. ഇത് നറേറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയായിരുന്നു ഇതിന്റെ നറേഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നോ? കാരണം എനിക്ക് തോന്നുന്നു തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കും ഒരു സ്ക്രിപ്റ്റ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു നമ്മൾ മാറി എന്ന് അക്കേലെ വായിക്കുന്നതിനേക്കാളും ഒരു റീഡിങ് സെഷൻ വെച്ച് അങ്ങനെയായിരുന്നോ? എങ്ങനെയായിരുന്നു? നമുക്ക് ആദ്യം നെറേഷൻ ലൈക്ക് ഞാനും ആനന്ദ് ആയിരുന്നു ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുറേ റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. ഒരു 30-35 ദിവസത്തോളം റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു വിത്ത് ക്യാമറ, എല്ലാ ആർട്ടിസ്റ്റും കൂടി. അപ്പോൾ ആ കുറേ ഡയലോഗ്സിന്റെ ലൈക്ക് പെട്ടെന്നാണ് ഇങ്ങനെ പോകുന്നത്. ലൈക്ക് ആ റിതം ഉണ്ടല്ലോ, ലൈക്ക് ആ ബാക്ക് ആൻഡ് ഫോർത്ത് പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ ആ ടൈമിംഗ് ഒന്ന് മനസ്സിലാക്കാനും ശരിയായിട്ട് ചെയ്യാനും കുറേ റിഹേഴ്സൽസ് ലൈക്ക് വേണ്ടിയിരുന്നു. ആൻഡ് മിക്കവരും ദർ തിയേറ്റർ ആർട്ടിസ്റ്റ്. തിയേറ്ററിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ലൈക്ക് അവസാന വരിയിലിരിക്കുന്ന ലാസ്റ്റ് ഇരിക്കുന്ന അറ്റത്തിലുള്ള ഓഡിയൻസിന് വേണ്ടിയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആക്ഷൻസും നമ്മുടെ എക്സ്പ്രഷൻസ് എല്ലാം കുറച്ച് എക്സാജറേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ക്യാമറയുടെ മീറ്ററിലേക്ക് ഒന്ന് ട്രാൻസിഷൻ ചെയ്യാൻ കുറച്ച് റിഹേഴ്സൽസ് ഒക്കെ വേണ്ടി വന്നു. ആൻഡ് ദാറ്റ് വാസ് എ വെരി എൻജോയബിൾ പ്രോസസ് ഫോർ മീ ഓൾസോ. ശരിക്കും ഞാൻ ഇതിന്റെ ക്രൂവിലെ കുറച്ച് പേരെ, അതായത് ഈ 10-12 പേരിലെ കുറച്ച് പേരെ ഞാൻ ഇടയ്ക്ക് മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ കുറേ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സിനിമ ഷൂട്ടിലേക്ക് കടന്നത്. പക്ഷെ ഈ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് ആർട്ടിഫിഷ്യാലിറ്റി വരാനുള്ള ചാൻസ് കൂടുതലല്ലേ? ഉണ്ട്, അത് ശരിക്കും ഉണ്ട്. അത് നമ്മൾ തന്നെ ആ റിസ്ട്രെയിൻഡ് അതിൽ നിന്ന് പുൾ ബാക്ക് ചെയ്യണം. ഇപ്പോൾ കുറേ റിഹേഴ്സൽ ചെയ്താൽ
ഇറ്റ് വിൽ ലുക്ക് റിഹേഴ്സ്ഡ്. കറക്റ്റ്. പിന്നെ നമ്മൾ തന്നെ മറ്റൊരാളുടെ റിയാക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. അതെ. അപ്പോൾ അങ്ങനെയാണ് ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഡയലോഗിനെ റഷ് ചെയ്ത് പോവും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കും കുറേ റിഹേഴ്സൽ ചെയ്താൽ. സോ യു ഹാവ് ടു ഹാവ് ജസ്റ്റ് ദ പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് റിഹേഴ്സൽ. ഒരുപാട് സിനിമകളിലൊന്നും സെറീൻ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയിൽ അതിന്റെ ക്രൂയുടെ പേര് എഴുതുമ്പോൾ, കാസ്റ്റിന്റെ പേര് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം സെറീന്റെ പേര് അടക്കാം. അതെ, അത് ഭയങ്കര ഒരു ഹാപ്പി ശരിക്കും ഒരു ഭയങ്കര സന്തോഷം, അഭിമാനത്തിന്റെ ഒരു മൊമെന്റ് ആയിരുന്നു. ഇത് ഞാൻ ഈ സിനിമ ഒരു ആദ്യമായിട്ട് കാണുന്നത് മാമിയിൽ വെച്ചാണ്, മുംബൈ ഫിലിം ഫെസ്റ്റിവൽ. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് ഒക്കെ വരുമ്പോൾ ആദ്യം കാണുന്ന എൻ്റെ പേരാണ്. അപ്പോഴാണ് ഞാനാണ് ഐ ഹാവ് അറൈവ്ഡ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ദിവസം ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. ലൈക്ക് ഈ സെക്കൻഡ് ഹാഫിൽ അഞ്ജലിയും അത്ര ഒരു നല്ല മോറൽ എത്തിക്കൽ സ്പേസിലല്ല നിൽക്കുന്നത്. കാരണം പുള്ളിക്കാരി ഈ റിലേഷൻഷിപ്പ് മറക്കുന്നുണ്ട്. സോ ഷീസ് പ്രസന്റിങ് എ ഡിഫറെന്റ് സൈഡ് ഓഫ് ഹെർ സെൽഫ്. അവളും കുറച്ച് ഗ്രേ സ്പേസിലാണ് നിൽക്കുന്നത്. അതെ. പക്ഷേ ഫ്രം ദ മോമെന്റ് അവൾ സത്യം പറയുന്ന ആ സമയം അവിടെ മുതലാണ് അവൾ പ്രൊട്ടാഗനിസ്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ലൈക്ക് ഇതിനൊക്കെ പറ്റി വിചാരിക്കുന്നത്. ലൈക്ക് ഇറ്റ്സ് ഇൻക്രെഡിബിൾ. ലൈക്ക് കുറേ ലെയേഴ്സ് ഉള്ള സിനിമ. ഇത് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നടക്കുന്ന വെർബൽ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതലും കോൺവെർസേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമോ, അത് പൊട്ടി പാളീസാവോ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആൾക്കാർ ഇതുപോലത്തെ സിനിമയെ അംഗീകരിക്കുമോ എന്നുള്ള നല്ല ആശങ്ക നമുക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ 2-3 വർഷം ഇങ്ങനെ സിനിമയിൽ ഒബ്സർവ് ചെയ്യുന്ന ഓരോ ട്രെൻഡ് നോക്കിയാൽ ലൈക്ക് ഒരു 6-7 മാസത്തിന് കുറേ ലൈക്ക് ആക്ഷൻ സിനിമകൾ നന്നായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതിനു മുന്നേ ഈ ഒരു പ്രകൃതി സിനിമകൾക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. സോ ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ആ സിനിമയിൽ ഒരു എലമെൻറ്റും നമ്മുടെ സിനിമയിലില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ആദ്യം ഫെസ്റ്റിവലിലൊക്കെ പോയപ്പോൾ ഭാഷയുടെ ഓരോ ന്യൂആൻസസ് അറിയാത്ത ആൾക്കാർ ഇത്രയും ഭയങ്കര എൻഗേജിങ് ആയിട്ട് സ്ക്രീനിൽ നിന്ന് ലൈക്ക് ഒരു 2 സെക്കൻഡ് കണ്ണ് മാറിയാൽ ലൈക്ക് സബ് ടൈറ്റിൽ എന്തെങ്കിലും മിസ്സായാൽ ദേ വിൽ മിസ് എ ഡീറ്റെയിൽ. അപ്പോൾ വി വർ വെരി ഹാപ്പി ദാറ്റ് ആൾക്കാർ ഇത്രയും എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ കണ്ണ് എടുക്കാതെ ഫുൾ ഇരുന്ന് കാണുമായിരുന്നു. ആൻഡ് വൺ റിയാക്ഷൻ ഇസ് ദാറ്റ് നമ്മുടെ എല്ലാ സ്ക്രീനിങ്ങും കഴിഞ്ഞ ആൾക്കാർ പെട്ടെന്ന് ഹാളിൽ നിന്ന് ഇറങ്ങുകയല്ല. ലൈക്ക് യൂഷ്വലി നമ്മൾ ക്രെഡിറ്റ്സ് ഇങ്ങനെയൊക്കെ സിനിമ ലാസ്റ്റ് യൂഷ്വലി നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ക്രെഡിറ്റ്സ് ആകുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഇറങ്ങി പോവാണല്ലോ. പക്ഷെ ഇത് ആൾക്കാർ അവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. ലൈക്ക് എന്താ ഇപ്പം ഇവിടെ സംഭവിച്ചേ, അവർ തന്നെ കുറച്ച് സെറ്റിലാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ നമ്മൾ പ്രതീക്ഷിച്ച ആ ഇമ്പാക്റ്റ് അത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു IFFK ഒക്കെ പോലെയുള്ള ഫെസ്റ്റിവൽസിന് എൻ്റെ ഒരു സിനിമ പോകണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരാളാണ് സെറിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കോളേജിൽ വെച്ചാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട സമയം 2016 ആണെന്ന് തോന്നുന്നു. ഞാൻ തിയേറ്ററൊക്കെ ചെയ്യുമായിരുന്നു കോളേജിൽ. തിയേറ്ററിലൂടെയാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ വെൻ വി വർ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ഡാനിയൽ എന്നാണ് പേര്, ഡാനിയൽ എന്നോട് ചോദിച്ചു വാട്ട് ഈസ് വൺ career moment, big high points that you want in your life. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം ആക്ടിങ് ഇൻ തിയേറ്റർ റൈറ്റ് നൗ. എനിക്ക് സിനിമകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും എൻ്റെ ഒരു സിനിമ IFFKയിൽ സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല നിമിഷമായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു മെമ്മറി ആയിരിക്കും. അങ്ങനെ 2016 ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ സിനിമ IFFKയിൽ റിലീസായപ്പോൾ ഹീ വാസ് മെൻഷനിങ് ദിസ് ടു മീ. നിനക്ക് ഓർമ്മയുണ്ടോ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? അതും IFFKയിൽ ഒരു സിനിമ മാത്രമല്ല, ലൈക്ക് എൻ്റെ B32 മുതൽ 44 വരെ ആ സിനിമയും സ്ക്രീൻ ചെയ്തിരുന്നു. ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ 2 കിട്ടിയത്. അവിടെ പറഞ്ഞ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അത് തന്നെ നമ്മളുടെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് തോന്നുന്നു. അവാർഡ് കിട്ടിയ പടം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും അപ്പോൾ അതൊരു അങ്ങനെ ഒരു കാറ്റഗറി ഇല്ലെങ്കിൽ പോലും പണ്ട് മുതലേ നമ്മൾ പറയുന്നൊരു ടേമാണ് അതൊരു അവാർഡ് പടമാണ്. സ്ലോ പേസ് ആണ്, ലോങ് ടേക്സ് ഉണ്ടായിരിക്കും. ഇതുപോലത്തെ ഓരോ ലൈക്ക് ഇത് ഫിലിം മേക്കിങ്ങിന്റെ രസകരമായ ടെക്നീക്സ് മാത്രമാണ്. അത് അവാർഡ് സിനിമകൾ ലൈക്ക് ഇതുപോലത്തെ അൺകൺവെൻഷണൽ സിനിമ ഈ ടെക്നീക്സ് കൂടുതൽ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ കഥയും അവരുടെ സ്റ്റോറി ടെല്ലിങ്ങും പെർഫോമൻസസും എല്ലാം വളരെ എൻഗേജിങ് ആണ്. അപ്പോൾ
ആൻഡ് നമുക്ക് നമ്മുടെ ഓഡിയൻസിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാനും പറ്റില്ല. ഓഡിയൻസ് ഐ റിയലൈസ്ഡ് കുറച്ച് ഫിക്കിളാണ്. അവരുടെ മനസ്സ് പെട്ടെന്ന് മാറും. അതുകൊണ്ട് അവരുടെ മനസ്സിലും ആട്ടമുണ്ട്. ആൻഡ് ഞാൻ എന്നെ ഒരു ഓഡിയൻസ് മെമ്പർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ലൈക്ക് വേറെ സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ. അപ്പോൾ അവരോട് കുറച്ച് റെസ്പെക്റ്റും കാണിക്കണം. പക്ഷേ യു കാൺ പുട്ട് എവറിത്തിങ് ഓൺ ദം. എല്ലാവരും ലൈക്ക് ഡിഫറെന്റ് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാം നമ്മൾ സിനിമ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഞാൻ ഓഡിയൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ഇത് വേണ്ട. ലൈക്ക് സിനിമ ഈസ് പേഴ്സണൽ. അത് ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. എന്നാലേ ആ ക്രാഫ്റ്റിനോട് നമുക്കുള്ള ട്രൂത്ത് ഉണ്ടല്ലോ, നമ്മുടേതായ സത്യം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ.